എന്തത് കണക്കെഴുതാ കണക്കപ്പിള്ള റൊട്ടോടെ സ്പെല്ലിംഗ് പറയോ? ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ചിന്നുവിൻ്റെ പ്ലാനിങ് കണ്ട് ആരും ഞെട്ടണ്ട. ഇന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് റൊട്രോവോ വരെ ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ പിള്ളേരുള്ളവർക്കൊക്കെ അറിയാം, എവിടെ പോയാലും ഏറ്റവും പാടുള്ള പരിപാടി ആദ്യം തന്നെ നമ്മുടെ പിള്ളേരെയൊക്കെ കുത്തിപ്പൊക്കി റെഡിയാക്കി എടുക്കലാണ്. കൊണ്ടുള്ളതാ അത്. ആ കിറ്റ് എന്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി ഡാഡി. എവിടെയാ പോണെന്ന് അറിയില്ല ബസ്സിന്. അങ്ങനെ ഫൈനലി എല്ലാവരും റെഡിയായി കാറിൽ കയറി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആശ്വാസം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കാറിൽ തന്നെയാക്കി. കാരണം എന്നത്തെ പോലെ നേരത്തെ ഇറങ്ങാതെ പ്ലാൻ ചെയ്താലും ഇറങ്ങി വരുമ്പോൾ ഒരു ടൈം ആവുമല്ലോ. അങ്ങനെ വെല്ലിംഗ്ടണിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ബുൾസ്. സ്ഥലത്തിൻ്റെ പേരാട്ടാ, അടിപൊളിയല്ലേ. ഓക്ലൻഡ് സൈഡിലേക്ക് എന്ത് ഞങ്ങൾ ട്രിപ്പ് പോയാലും ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ആയിരിക്കും. ഇവിടെ ഇറങ്ങി എല്ലാവരും ഒന്ന് റിഫ്രഷൊക്കെ ആയിട്ടാണ് പിന്നെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലേസ് വീട്ടിൽ പോലും ഇത്രയും ക്ലീൻ അല്ല. ഇനി ഇതിവർ യൂസ് ചെയ്യാറില്ലേ? പൈസ കൊടുക്കുന്നതിൽ പോലും മൂക്ക് പൊത്തിക്കാറ്. അതൊക്കെ എന്താ വൃത്തിയായിട്ട് വെച്ചാണ് ഞാൻ പറയണോ ബാത്റൂമില് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ. അല്ല ഈ ടോയ്ലറ്റ് അത് എല്ലാ സെറ്റപ്പും ഇല്ലേ? അവര് പഠിക്കാൻ കുറെ പോകും വിദേശ നാടുകളിൽ. ചികിത്സക്കും ഇതൊന്നും അവര് കണ്ടു പഠിച്ചാറില്ല. അതെ, അടിപൊളി ടോയ്ലറ്റാ. നാട്ടിലാർന്നപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ കോയിനും കൊടുത്ത് ടോയ്ലറ്റിൽ പോയത് ഓർക്കണ്ട. ഓ എൻ്റെ പൊന്നെ, ടോയ്ലറ്റിൽ പോവാണ്ടിരിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ചൂസ് ചെയ്തേനെ. അച്ചടാ, നമ്മുടെ അഡൂസ് കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയി. ഇനി ഇവിടുന്ന് ഒരൊറ്റ വിടല. എന്തായാലും ഇന്നത്തെ വെതർ അടിപൊളിയാ. ട്രിപ്പ് തീരണ വരെ നമ്മുടെ വെതർ ഇതുപോലെ തന്നെ നിന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഓടിച്ചോടിച്ച് നമ്മൾ അവസാനം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തി, ക്രേറ്റേഴ്സ് ഓഫ് ദ മൂൺ. ഈ സ്ഥലം ന്യൂസിലൻഡിലെ ഒരു അടിപൊളി ജിയോ തെർമൽ അട്രാക്ഷനാണ്. പ്രകൃതിയുടെ ഒരു വികൃതികളെ. വായിലുള്ള ഇറക്കിയിട്ട് പറയടാ ഏട്ടാ മോനെ. പിള്ളേരും പിന്നെ ഞങ്ങളൊക്കെ സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മളിതൊക്കെ കേട്ടറിവല്ലുള്ളൂ, ഇതേപോലെ വോൾക്കാനോ ലാവാന്നൊക്കെ. എന്താല്ലേ പിള്ളേരുടെ കാർട്ടൂണിലാണെങ്കിലും ഫുൾ ടൈം ലാവാ ലാവാ. ഇതൊക്കെ ഇപ്പം നേരിട്ട് കാണാമല്ലോ. ലാവ കാണാൻ പറ്റില്ല, എന്നാലും ആ ആക്ടിവിറ്റി ഒക്കെ നടന്ന ഒരു സ്ഥലം നേരിട്ട് കാണാമല്ലോ. ഇപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു റിസപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുക്കാം. പിന്നെ വേറെ കുറേ അല്ലറ ചില്ലറ സാധനങ്ങളും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് നമുക്ക് ഓൺലൈൻ കൊടുക്കാം കേട്ടോ. നല്ല പീക്ക് സമ്മർ ടൈമിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോയത്. അതുകൊണ്ട് എൻട്രൻസിൽ നിന്ന് തന്നെ കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങി. ചൂട്ടത്തുമ്പം ബെസ്റ്റാ. ന്യൂസിലൻഡിൽ കാലൂത്തിയ പിന്നെ തൊണ്ടവേന വരും എന്ന് പറഞ്ഞുകൊണ്ട് തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാത്ത ഡാഡിയും മമ്മിയും വരെ ഇവിടുത്തെ ചൂട് കാരണം ഐസ്ക്രീം കഴിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. തുടക്കത്തിൽ എല്ലാവർക്കും മാരക എനർജി ആയിരുന്നു കേട്ടാ. പയ്യെ പയ്യെ അവിടെ ഇവിടെ ആയിട്ട് ചെറിയ വെടിയും പുകയൊക്കെ കാണാട്ടാ. നാട്ടിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ചവറ് കൂട്ടിയിട്ട് കത്തിക്കില്ലേ, ആ ഒരു എഫക്റ്റ്. നമ്മള് വെള്ളം തിളപ്പിച്ചിട്ട് വരില്ലേ, അതുപോലത്തെ ആവിയാണ് വരുന്നത്. അടിയിലോട്ട് പോയാലും മനുഷ്യർക്ക് ചാടാൻ അടിയിലേക്ക് പോവില്ല. അങ്ങനെ പോകെ പോകെ നമ്മുടെ കാഴ്ചകളുടെ ഇന്റൻസിറ്റിയും കൂടി തുടങ്ങിട്ടാ. ഒരു വലിയ ഗർത്തം കണ്ടില്ലേ? ഇതെന്ത് ചെയ്യുന്നു മമ്മിയുടെ തലയിൽ ഫ്ലൈ ഇരിക്കണെന്ന്. അടുപ്പിൽ തീട്ടോലല്ലേ, ആരോ കല്ലെടുത്തിട്ടുണ്ട് അത് അടയ്ക്കാൻ. കണ്ട് കണ്ട് ഇതിപ്പം നടന്ന് നടന്ന് നമ്മൾ സാത്താൻ്റെ കടലിൽ നടുക്കെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോയാലും പുക ഇങ്ങോട്ട് പോയാലും പുക. പറയാൻ പറ്റില്ലേ, ഭൂമിയുടെ അടി കിടന്ന് ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുക.
ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഓ ഇതൊരു അടിപൊളി കാഴ്ചയായി പോയി. നമ്മുടെ ഗ്രൗണ്ടൊക്കെ റെഡ് കളറിലിരിക്കണു. സൾഫർ അല്ലേ സൾഫർ. പിന്നെ മണവും ഒരു രക്ഷയില്ല കേട്ടാ. ചീഞ്ഞൊരു മുട്ടയുടെ മണം. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പറയണ്ടോ? എന്ത് പറയാനല്ലേ, ആവി പിടിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ആ ദ ഡെവിൾസ് ട്രംപറ്റ്. ആ പേര് കേട്ടാൽ തന്നെ വിറക്കില്ലേ. ശരിക്കും നല്ല സാത്താൻ്റെ മറ്റേ നരകം ഡിസ്ക്രൈബ് ചെയ്യണ പോലെ ഉണ്ട്. എവിടെ ചവിട്ടിയാലും തീ, പുക. എന്തായാലും ഇത് സമ്മറിൽ വരാൻ പറ്റിയൊരു സ്പോട്ടല്ല. നമ്മൾ അവിടെ കിടന്ന് പുകയുള്ളൂ. അയ്യോ എൻ്റെ കൊച്ചു മുതലാളി, അങ്ങനെ ഈ ട്രിപ്പിനുള്ള ഫുൾ എനർജിയും ഇവിടം കൊണ്ട് തീരും എന്നാണ് തോന്നണേ. ഇനി എങ്ങനെയെങ്കിലും തിരിച്ച കാറൊന്ന് എത്തിയാൽ മതി. ഇതൊക്കെ എവിടെ കൊണ്ടുപോകാനോ കാര്യം. ചൂടിൽ വളർന്ന ചെടിയാണത്. അതുകൊണ്ട് അടപ്പത്ത് വെച്ച് വളർത്താൻ വേണ്ടി കൊണ്ടുപോയി. എനർജി എല്ലാവർക്കും. അയ്യോ ഇനി ജന്മം ഉണ്ടെങ്കിൽ ചൂടത്ത് ഈ വഴിക്ക് വരരുത്. ഇനി ഇവിടെ നിന്ന് നേരെ വെച്ച് പിടിച്ചു റൊട്രോവയ്ക്ക്. ഇനി ഒരു സ്റ്റോപ്പും ഇല്ലട്ടാ.